നമ്മളൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞിൻ്റെ മുഖത്ത് നല്ല ടെൻഷനും ഉണ്ട്. അതെ, ഇന്ന് കുഞ്ഞിൻ്റെ റിസൾട്ട് ഡേ ആണ് കേട്ടോ. മാർച്ച് 14 കുഞ്ഞിൻ്റെ സ്കൂൾ ക്ലോസ്ഡ് ആയി. ഇന്ന് 28 കുഞ്ഞിൻ്റെ റിസൾട്ടാണ്. ഇവിടെ സ്കൂളിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമ്പോൾ അമ്മയും അച്ഛനും കുട്ടികളുടെ കൂടെ വരണം കേട്ടോ, 2 പേരുണ്ടെങ്കിൽ. അങ്ങനെ നമ്മൾ കുഞ്ഞിൻ്റെ സ്കൂളിലോട്ട് പോവുകയാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് നടക്കാനുള്ള ദൂരം സ്കൂളിലോട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് കുഞ്ഞൻ പറയുന്നുണ്ട്, അമ്മ എനിക്ക് ടെൻഷൻ ആവുന്നുണ്ട് പറയുന്നുണ്ട്. പിന്നെ ഇങ്ങനെ മിണ്ടാതെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ അവളെ മാക്സിമം കൂളാക്കുന്നുണ്ട് കേട്ടോ. ഒരു കൊല്ലത്തോളമായി കുഞ്ഞിൻ്റെ സ്കൂളിലോട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഏട്ടൻ വന്നിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഏട്ടനും കൂടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പൊലിവിലാണ് കേട്ടോ ഏട്ടൻ. അങ്ങനെ നമ്മൾ ഏകദേശം സ്കൂളിൻ്റെ അടുത്തെത്തി. അപ്പോൾ കുറേ പേരൻസ് കുട്ടികളും വരുന്നും പോകുന്നൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ സ്കൂളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. എപ്പോഴത്തെയും പോലെ തന്നെ നല്ലൊരു വെൽക്കം ബോർഡ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഗേറ്റിൻ്റെ അപ്പുറത്തോട്ട് PTA മീറ്റിംഗ് ഉള്ളപ്പോൾ മാത്രമാണ് കേട്ടോ പേരൻസിന് കിടക്കാൻ അനുവാദമുള്ളൂ, അല്ലെങ്കിൽ അകത്തോട്ട് പ്രവേശനമില്ല. അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഞാൻ ആരും കാണാതെ എടുക്കുന്നതാണ്. കാരണം ഇതിൻ്റെ അകത്ത് വീഡിയോസും ഫോട്ടോസും ഒന്നും ശരിക്കും അലൗഡ് അല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ കുറേ വീഡിയോസൊന്നും ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ കുഞ്ഞൻ്റെ ടീച്ചറെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞൻ 6th പാസ്സായിട്ടുണ്ട്. നല്ല മാർക്കോട് കൂടെ തന്നെ പാസ്സായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് കുഞ്ഞനും ഞങ്ങളും കേട്ടോ. വരുന്ന വഴിക്ക് ഒരു പാർലറുണ്ട്. ഞാൻ എപ്പോഴും പോകുന്നൊരു കുഞ്ഞു പാർലറാണ് കേട്ടോ. അപ്പോൾ ചേച്ചി നല്ല തിരക്കിലായിരുന്നു. അപ്പോൾ ഞാൻ ത്രെഡ് ചെയ്യാൻ വേണ്ടി പോയതാണ്. കുറച്ച് നേരം പോസ്റ്റായെങ്കിലും ഞാൻ ത്രെഡൊക്കെ ചെയ്തു. അങ്ങനെ ത്രെഡൊക്കെ ചെയ്ത് ഞാൻ ഇറങ്ങുമ്പോൾ 2 പേര് എന്നെ വെയിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുന്നിൽ കാഴ്ചയും കണ്ടിട്ട് ഇരിക്കുക കേട്ടോ. ജ്യൂസൊക്കെ കുടിച്ച്, കാരണം ഞാൻ കുറച്ചധികം നേരമായി അകത്തോട്ട് പോയിട്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോകുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുഞ്ഞിനെ എന്തെങ്കിലും സ്വീറ്റ്സ് മേടിച്ചു കൊടുക്കാമെന്ന്. അങ്ങനെ നമ്മൾ സ്ഥിരം പോകുന്ന നമ്മുടെ ബേക്കറി പോയി. അപ്പോൾ നമ്മുടെ നിർഭാഗ്യവശാൽ അവിടെ ലഡു ഉണ്ടായിരുന്നില്ല. ലഡു വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്. അതൊക്കെ മുന്നേ തീർന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എന്ത് വാങ്ങണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. അങ്ങനെ ഒടുക്കം ഈ ഒരു ഗ്രീൻ കളർ സ്വീറ്റ് വാങ്ങാമെന്ന് വിചാരിച്ചു. അത് മതിയെന്ന് പറഞ്ഞു കേട്ടോ കുഞ്ഞൻ്റെ കുറച്ച് വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കുക, അവളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രം. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ശനീശൻ്റെ അമ്പലത്തിൽ നല്ല തിരക്ക് കണ്ടത് കേട്ടോ. അപ്പം ഇന്ന് ശനിയാഴ്ചയും കൂടെ ആണല്ലോ. പിന്നെ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ ഒന്ന് അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുഞ്ഞനില്ല, അമ്മയും അച്ഛനോടെ പോയിട്ട് വായോന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഏട്ടനും കൂടെ അമ്പലത്തിലോട്ട് പോയി. അപ്പോൾ ശ്രീരാമനവമി ആയതുകൊണ്ട് തന്നെ റോഡ് മൊത്തത്തിൽ നല്ല ബ്ലോക്കാണ് കേട്ടോ. ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തൊഴുതിറങ്ങി കേട്ടോ. അപ്പോൾ ഇതാണ് അവിടുത്തെ പ്രസാദം ഉണ്ടായിരുന്നത്. പിന്നെ ഏട്ടൻ പറഞ്ഞു, ഞാൻ വണ്ടി എടുത്തിട്ട് വരാം, നിങ്ങൾ വീട്ടിൽ പൊക്കോന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. കുഞ്ഞൻ ഭയങ്കര ഹാപ്പിയാണ്, 6ാം ക്ലാസ്സുകാരിയാണല്ലോ ഇനി. അങ്ങനെ പോകുന്ന വഴിക്ക് അവളുടെ പ്രിയപ്പെട്ടവരിൽ ഒരാളാണ് കേട്ടോ ഈ 2 കുഞ്ഞു കുട്ടികൾ. അവരുടെ അമ്മയാണിത്. അവർക്കാണ് ആദ്യം സ്വീറ്റ്സ് കൊടുത്തത്. ഇവരെ കളിപ്പിക്കാനും ചെറുപ്പിക്കാനും ഒക്കെ സ്കൂളിൽ പോകുമ്പോൾ ഒക്കെ നിൽക്കാറുണ്ട് കേട്ടോ. പിന്നെ നേരെ പോയത് സൂര്യാൻ്റെ അടുത്തേക്കാണ്. അങ്ങനെ സൂര്യാൻ്റിക്കും പിന്നെ വേറെ കുറച്ച് പേർക്കൊക്കെ കൊടുത്തു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പീസ്